നടക്കുന്നത്. കുങ്കുമത്തിൻ്റെ അന്നത്തെ എഡിറ്റർ വൈക്കം ചന്ദ്രശേഖരൻ നായർക്ക് പാമ്പ് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അക്കാലത്ത് കുടുംബ പ്രേക്ഷകർ ധാരാളമുള്ള കുങ്കുമത്തിൽ പാമ്പ് പോലെ അല്പം എരിവും പുളിയും കൂടിയ നോവൽ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യം വന്നില്ല. തൊട്ടടുത്ത ടേബിളിലിരുന്ന കേരള ശബ്ദത്തിൻ്റെ എഡിറ്റർ KS ചന്ദ്രനോട് ചന്ദ്രശേഖരൻ നായർ തൻ്റെ ആശങ്ക പങ്കുവച്ചു. ഒരു നല്ല നോവൽ കിട്ടിയിട്ടുണ്ട്. ഒരു കൗമാരക്കാരൻ്റെ കൗതുകങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. പക്ഷേ കുറച്ച് മസാലയൊക്കെ ഉള്ളതുകൊണ്ട് കുങ്കുമത്തിൻ്റെ വായനക്കാർ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല. തൻ്റെ സംശയത്തോടൊപ്പം നോവലും അദ്ദേഹം KS ചന്ദ്രന് കൈമാറി. നോവൽ വായിച്ചു നോക്കിയ KS ചന്ദ്രന് പത്മരാജൻ്റെ പാമ്പ് ഇഷ്ടമായി. വ്യത്യസ്തമായ ഇതിവൃത്തം, മികച്ച അവതരണം. ഇത് ഞാൻ കേരള ശബ്ദത്തിൽ കൊടുത്തോളാം എന്ന് പറഞ്ഞ അദ്ദേഹം നോവലിൻ്റെ പാമ്പ് എന്ന പേര് മാറ്റി പകരം രതിനിർവേദം എന്ന പേര് നൽകി. രചനയുടെ ആത്മാവിനെ തൊടുന്ന പുതിയ പേരുമായി രതിനിർവേദം താമസിയാതെ കേരള ശബ്ദത്തിൽ അച്ചടിമഷി പുരണ്ടു.